ഡൽഹി ദ്വാരക സെക്ടറിലെ ഷാബത്ത് അപ്പാർട്ട്മെന്റിൽ വൻ തീപിടുത്തം. അപ്പാർട്ട്മെന്റിലെ 6-ാം നിലയിലും 7-ാം നിലയിലുമാണ് തീ പടർന്നത്. തീപിടുത്തത്തെ തുടർന്ന് 3 പേർ മുകളിൽ നിന്ന് ചാടി. 3 പേരുടെയും നില ഗുരുതരമാണ്. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, വലിയ തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ആളുകൾ താമസിക്കുന്ന ഒരു വലിയ അപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ള ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ട്. കാലപ്പഴക്കമുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണോ? എത്രത്തോളം ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നതിനെ പറ്റി ഔദ്യോഗികമായ സ്ഥിരീകരണമുണ്ടോ ശ്രീജിത്ത്? ബിനിൽ, നമുക്കറിയാം ഡൽഹിയിലെ ഏറ്റവും തിരക്കേറിയ പ്രദേശങ്ങളിലൊന്നാണ് ദ്വാരക സെക്ടറിലെ ഷാബ്ദ് അപ്പാർട്ട്മെന്റിലാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. ഏതാണ്ട് പഴയ കെട്ടിടമാണ്, പഴയ ബിൽഡിംഗ് ആണെന്ന് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. സമീപത്ത് നിന്നുള്ള ഫ്ളാറ്റുകളിൽ നിന്നും അപ്പാർട്ട്മെന്റുകളിൽ നിന്നും എടുത്ത ദൃശ്യങ്ങളാണ്, മൊബൈൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 3 പേർ ഇതുമായി ബന്ധപ്പെട്ട് തീപിടുത്തം ഉണ്ടായ ഉടൻ ഈ അപ്പാർട്ട്മെന്റിലെ 6-ാമത്തെയും 7-ാമത്തെയും നിലയിലാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. 6-ാമത്തെയും 7-ാമത്തെയും നിലയിലായി 3 പേർ അപകടം ഉണ്ടായ ഉടൻ തന്നെ താഴേക്ക് ചാടുന്നു. ഇവരുടെ നില ഗുരുതരമാണ്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ നിരവധി ആളുകളെ ഒഴിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇപ്പോഴും ഫയർ എഞ്ചിനുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യ 1 മണിക്കൂറിൽ ഏതാണ്ട് 10 മുതൽ 12 വരെ ഫയർ എഞ്ചിനുകൾ വന്നാണ് തീയണയ്ക്കാൻ ശ്രമം നടത്തിയത്. പക്ഷേ അപ്പോഴൊന്നും തീയണയ്ക്കാൻ ഒരു ഘട്ടത്തിലും കഴിയുമായിരുന്നില്ല. ഒരുപക്ഷെ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ പോലെ തന്നെ തീ അപ്പോഴും പടരുകയായിരുന്നു. ഇപ്പോഴാണ് ഒരു പരിധിവരെയെങ്കിലും അവിടേക്ക്, അതായത് ഇതിൻ്റെ ഉയരക്കൂടുതൽ കൊണ്ട് ഫയർ എഞ്ചിനുകൾക്ക് ആദ്യം അവിടേക്ക് തീ അണയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പിന്നീട് തീ അണയ്ക്കാനുള്ള ശ്രമം ഏതാണ്ട് ഏറെക്കുറെ വിജയിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു സംശയമുണ്ട്. അതിനായി ഇപ്പോൾ എയർ ലിഫ്റ്റിംഗ് അതായത് ഫയർഫോഴ്സിൻ്റെ ലിഫ്റ്റിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ആളുകളെ ലിഫ്റ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. തീ ഏതാണ്ട് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും കൂടുതൽ ആളുകൾ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയത്തിൻ്റെ പുറത്ത് ഫയർഫോഴ്സ് അവരുടെ ലിഫ്റ്റിംഗ് പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. 3 പേരാണ് ഇപ്പോൾ നിലവിൽ ഗുരുതരമായി ആശുപത്രിയിലുള്ളത്. അവർ തീപിടുത്തത്തിൽ പരിക്കേറ്റവരല്ല. ഈ അപകടത്തിൻ്റെ സാധ്യത മുന്നിൽ കണ്ട് ഫ്ളാറ്റിൽ നിന്ന് അപ്പാർട്ട്മെന്റിൽ നിന്ന് താഴേക്ക് ചാടി പരിക്കേറ്റവരാണ്. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ അപകടത്തിൻ്റെ വ്യാപ്തി ഇനി വലുതായേക്കാം. എന്നാലും ഫയർഫോഴ്സിൻ്റെ നിയന്ത്രണത്തിലാണ്. 12ഓളം ഫയർഫോഴ്സിൻ്റെ എഞ്ചിനുകൾ തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി ദ്വാരക സെക്ടറിലെ ഷാബത്ത് അപ്പാർട്ട്മെന്റിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. 6-ാം നില നിന്ന് കത്തുകയാണ്. 7-ാം നിലയിലും തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. തീപിടുത്തത്തെ തുടർന്ന് 3 പേർ മുകളിൽ നിന്ന് ചാടി. 3 പേരുടെയും നില ഗുരുതരമാണ്. നിരവധി മനുഷ്യരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് സൂചന.